ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ഇന്ത്യ സന്ദർശന പരിപാടി വിജയകരമായി പൂർത്തിയായി. ഇന്ത്യയുമായി പരസ്പര സഹകരണത്തിലൂന്നിയ നിരവധി ചർച്ചകളും കരാറുകളും ഈ സന്ദർശന പരിപാടിയുടെ ഭാഗമായി നടന്നു. വ്യാപാരത്തിലും നയതന്ത്രത്തിലും ഇന്ത്യയും അമേരിക്കയും ഭിന്നിച്ചു നിൽക്കുമ്പോൾ അമേരിക്കൻ സഖ്യകക്ഷിയായ ഫ്രാൻസിന്റെ പ്രസിഡന്റിന്റെ ഇന്ത്യൻ സന്ദർശനത്തിന് വിവിധ മാനങ്ങളുണ്ട്. യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികൾ ഇന്ത്യയിലെത്തുകയും നിർണായകമായ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പിടുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യയിലെത്തിയത്. അമേരിക്ക നേതൃത്വം നൽകുന്ന ലോകക്രമത്തിന് മാറ്റം സംഭവിച്ചുവെന്നും വൻശക്തി രാജ്യങ്ങൾ വ്യാപാരവും താരിഫും നയതന്ത്രവും കൂട്ടിക്കുഴയ്ക്കുന്നതിലെ അതൃപ്തിയും വിവിധ രാജ്യങ്ങൾ പരസ്യമായി പ്രകടിപ്പിക്കുമ്പോൾ ഇന്ത്യയും സൗഹൃദ രാഷ്ട്രങ്ങളും നേതൃത്വം നൽകുന്ന പുതിയ ലോകക്രമം രൂപം കൊള്ളുകയാണോ? കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഫ്രാൻസ് സന്ദർശിച്ചിരുന്നു. ഈ വർഷം അതേ സമയത്ത് ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യയിലെത്തി. 2047 ഇന്ത്യ 100ാം സ്വാതന്ത്ര്യദിനവും ഇന്ത്യ ഫ്രാൻസ് നയതന്ത്ര ബന്ധത്തിന്റെ 100ാം വാർഷികവും ആഘോഷിക്കുന്നത് കണക്കാക്കി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനായി തയ്യാറാക്കിയ 25 വർഷ കർമ്മ പദ്ധതി ഹൊറൈസൺ 2047 പ്രകാരമുള്ള വിവിധ പദ്ധതികളെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഇൻഡോ പസഫിക് മേഖലയിലെ സഹകരണം, പരസ്പര താൽപ്പര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങൾ, നൂതന സാങ്കേതിക വിദ്യകൾ, സുസ്ഥിരത, സാംസ്കാരിക വിനിമയം എന്നിവയിലെ സഹകരണം കൂടുതൽ ആഴത്തിലാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഇന്ത്യ ഫ്രാൻസ് നവീകരണം വർഷ പദ്ധതിയും മാക്രോണും മോദിയും ചേർന്ന് ഉദ്ഘാടനവും ചെയ്തു. AI സമ്മിറ്റിൽ പങ്കെടുക്കാൻ മുംബൈയിലെത്തിയ മാക്രോൺ മറൈൻ ഡ്രൈവിൽ അംഗരക്ഷകർക്കൊപ്പം ജോഗിംഗ് നടത്തിയത് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു. ഡൽഹി സ്ഫോടനമടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ നഗരങ്ങളിലെ സുരക്ഷ സംബന്ധിച്ച ചർച്ച ആഗോളതലത്തിൽ നടക്കുമ്പോഴാണ് ഫ്രഞ്ച് പ്രസിഡന്റിന്റെ ഈ പ്രവൃത്തി. റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ ഉക്രൈനെ അമേരിക്ക കൈവിട്ടതിൽ ഫ്രാൻസ് അടക്കമുള്ള നാറ്റോ അംഗരാജ്യങ്ങൾക്ക് അമേരിക്കയോട് അതൃപ്തിയുണ്ട്. വെനസ്വേല അധിനിവേശത്തിലും ഇറാനെതിരെ നടത്താൻ ഉദ്ദേശിക്കുന്ന സൈനിക നടപടിയിലും അമേരിക്കയോട് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ശക്തമായ വിയോജിപ്പുണ്ട്. ബഹുധ്രുവ ലോകക്രമത്തിൽ ഇന്ത്യയും ഇന്ത്യയുടെ സൗഹൃദ രാഷ്ട്രങ്ങളും മുഖ്യ പങ്ക് വഹിക്കും എന്ന കാര്യത്തിൽ അന്താരാഷ്ട്ര രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവർക്ക് രണ്ടഭിപ്രായം ഇല്ല. ചേരിചേരാ നയം പിന്തുടർന്ന് വൻശക്തി രാജ്യങ്ങളുടെ ബലാബലത്തിൽ ഏതെങ്കിലും ചേരിയുടെ ഭാഗമായി നിലകൊള്ളാതിരുന്ന ഇന്ത്യ ഇപ്പോൾ ലോകത്തെ ഏതെങ്കിലും ഒരു ചേരിയിൽ ഒതുക്കാതെയുള്ള നിലപാടാണ് മുന്നോട്ട് വയ്ക്കുന്നത്. 2023 ഇന്ത്യയിൽ നടന്ന G20 ഉച്ചകോടിയാണ് ഈ ദൗത്യത്തിന് തുടക്കം കുറിച്ചത്. ഇന്ത്യ വേദിയായ ഏറ്റവും പ്രധാനപ്പെട്ട ലോക സമ്മേളനത്തിൽ മുന്നോട്ട് വെച്ചത് വസുദൈവ കുടുംബകം എന്ന ആശയമാണ്. ലോകം ഒന്നാകെ ഒരു കുടുംബം പോലെ വർത്തിക്കുക എന്നതാണ് ഇതിന്റെ സാരാംശം. ലോകത്തെ 2 ധ്രുവങ്ങളിൽ നിന്ന് നയിക്കുന്ന അമേരിക്കയെയും റഷ്യയെയും ഒരുപോലെ പരിഗണിക്കുകയും വിവിധ രാജ്യങ്ങളുമായി തന്ത്രപരമായ ബന്ധം സ്ഥാപിക്കുന്നതിനുമൊപ്പം സൈനികമായും സാമ്പത്തികമായും മെച്ചപ്പെടുത്തിയാണ് ഇന്ത്യ ലോക നേതൃത്വത്തിലേക്ക് വരുന്നത്. നിലവിൽ ലോകത്തെ 4ാമത്തെ സാമ്പത്തിക ശക്തി എന്ന നിലയിൽ ഇന്ത്യയുടെ നിലപാടുകൾ മറ്റു രാജ്യങ്ങൾ ഗൗരവപൂർവ്വം പരിഗണിക്കുന്നുവെന്നതിന്റെ തെളിവാണ് സമീപകാലത്ത് ഇന്ത്യ ഒപ്പുവെച്ച നിർണായക കരാറുകൾ. യൂറോപ്യൻ യൂണിയൻ, ന്യൂസിലാൻഡ്, UK, ഒമാൻ, UAE അടക്കമുള്ള രാജ്യങ്ങളുമായി നിർണായകമായ വ്യാപാര കരാറിൽ ഏർപ്പെട്ട ശേഷമാണ് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ യാഥാർത്ഥ്യമായത്. യൂറോപ്യൻ യൂണിയനുമായി ഇന്ത്യ നിർണായക വ്യാപാര കരാറിൽ ഏർപ്പെട്ടപ്പോൾ ഇന്ത്യയുമായി വ്യാപാര കരാറിൽ ഏർപ്പെടാൻ അമേരിക്ക നിർബന്ധിതമായി എന്നുള്ളതാണ് വാസ്തവം. ഈ കരാറിലെ വ്യവസ്ഥകൾ സംബന്ധിച്ച് ഇപ്പോഴും ആശങ്കകൾ ഉയരുന്നുണ്ട് എങ്കിലും ട്രംപിന്റെ പ്രതികാര ചുങ്ക നടപടിയിൽ അമേരിക്കൻ സുപ്രീം കോടതി നിർണായക വിധി പുറപ്പെടുവിച്ച സാഹചര്യത്തിൽ ഇന്ത്യക്ക് പ്രതീക്ഷ ഏറുകയാണ്. കരാർ അന്തിമ പ്രഖ്യാപനത്തിൽ അനിശ്ചിതത്വം ഉണ്ടായിരുന്നെങ്കിലും മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അത് യാഥാർത്ഥ്യമാകും. ഇന്ത്യയാണ് 18ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ അധ്യക്ഷ സ്ഥാനത്ത് ഉള്ളത്. ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ ആയി ഈ സമ്മേളനം നടക്കും. ഇതിനോടനുബന്ധിച്ച് രാജ്യവ്യാപകമായ പരിപാടികൾ നടത്താനാണ് തീരുമാനം. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങൾ ചേർന്നാണ് ബ്രിക്സ് കൂട്ടായ്മ രൂപീകരിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ അതിന്റെ അംഗസംഖ്യ 11 ആണ്. ഈ കൂട്ടായ്മ ഇനിയും വികസിക്കും എന്നും ഉറപ്പാണ്. ഡോളർ വിരുദ്ധ കൂട്ടായ്മയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കൂട്ടായ്മ വൻശക്തി രാജ്യങ്ങൾ നേതൃത്വം നൽകുന്ന G7 ബദലായി വളർന്നു വരികയാണ്. ഇതേ G7ലെയും അമേരിക്ക നേതൃത്വം നൽകുന്ന സൈനിക സഖ്യമായ നാറ്റോയിലെയും അംഗരാജ്യമായ കാനഡയുടെ പ്രധാനമന്ത്രി മൈക്ക് കാർണിയാണ് അമേരിക്ക നേതൃത്വം നൽകുന്ന ലോകക്രമം അവസാനിച്ചുവെന്ന പരസ്യ പ്രസ്താവന നടത്തിയത്. ഇന്ത്യ കൂടി നേതൃത്വം നൽകുന്ന റഷ്യ, ഇന്ത്യ, ചൈന സഖ്യവും
പല വിഷയങ്ങളിലും തന്ത്രപ്രധാന തീരുമാനമെടുക്കുന്നു. റഷ്യയ്ക്ക് അന്താരാഷ്ട്ര ഉപരോധം പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ഇന്ത്യയും ചൈനയും റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങിയത് ഈ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ്. വ്യാപാര കരാറിന്റെ പേരിൽ റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് ഇന്ത്യ നിർത്തണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് പൂർണ്ണതോതിൽ നടപ്പാക്കപ്പെടാൻ സാധ്യതയില്ല. റഷ്യയും അമേരിക്കയും നേതൃത്വം നൽകുന്ന ഇരുധ്രുവ ലോകത്തിൽ നിന്ന് ബഹുധ്രുവത്തിലേക്ക് ലോകം പരിണമിക്കുമ്പോൾ അതിൽ ഇന്ത്യക്കും നിർണായക സ്ഥാനമുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്.